ഒരു നെക്കും ഇല്ല. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കും. ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും. അധികാരത്തിൽ വരുമെന്നറ 72 ക്രോസ് ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞാൽ 89-അടുത്ത് വേണമെങ്കിൽ 90-95 വരെ പോകാം. 100+. നിങ്ങൾ നോക്കിക്കോ, പറഞ്ഞ കേൾക്ക്. അല്ല മുഴുവൻ കേക്ക് ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ. ഞാൻ ഇതിനു മുമ്പല്ല എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങളോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാന്ന് പറഞ്ഞു. കിട്ടിയോ? 4 കോർപ്പറേഷൻ 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറയും. 64 കിട്ടി. അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയുന്നത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. ജനങ്ങൾക്ക് ഒരു കല്ലുകടിയാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും അത് പാർട്ടി ലീഡർഷിപ്പ് തന്നെ അതിനെക്കുറിച്ചൊരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന് വ്യത്യസ്തനായിട്ട് പറയുന്നത് ശരിയല്ല. ആ വ്യത്യാസമല്ല, ആ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ തീരുമാനം. AICC ഒരു പൊസിഷനിലെത്താൻ ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളത് 100% അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ജാതി തിരിച്ച ആളുകൾ ഡിവൈഡ് ചെയ്യുന്ന ആരാ? താല്പര്യങ്ങളുള്ള ആളുകൾ. അതെ അതെ അതെ. ഒരു ഗവൺമെൻറ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതല്ലോ. അതെ. അങ്ങനെയൊരു പോളറൈസേഷൻ അല്ല കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയുടെ ഒരു പോളറൈസേഷൻ. അതെ അതെ അതെ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെല്ലാവരും ഈ ഗവൺമെൻറ് മാറണം എന്നുള്ള അഭിപ്രായക്കാരാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചിന്തയാണ്. താരതമ്യേന കേരള രാഷ്ട്രീയത്തിൽ അത് കുറവായിരുന്നു. ഇപ്പം അത് വളരെ കൂടി വരികയാണ്. അത് BJPയുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ടാണോ? അത് അപകടകരമായ ട്രെൻഡാണ്. ആ ട്രെൻഡ് കേരള പൊളിറ്റിക്സിന് ഗുണമോ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സീറ്റിൽ ഏതാ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുമെന്ന് പറയാം. ഒരു സീറ്റും ഇല്ലല്ലോ. എല്ലാം പഴയ പാർട്ടി പ്രവർത്തകർ, കഷ്ടപ്പെട്ട് ഈ പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള ആളുകൾ, അവർക്ക് സീറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. വിനയാണ് ഏത് മനുഷ്യനും അവന് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ വിനയത്തോടു കൂടി പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒബ്സർവേഷൻ. അദ്ദേഹം നിയമസഭയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞാലും ശരി, സത്യം ബോധ്യപ്പെട്ടാൽ ആ സത്യത്തോടൊപ്പം അദ്ദേഹം നിൽക്കും. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ, ക്വാളിറ്റി അല്ലേ. ഞാൻ ആ ക്വാളിറ്റി അദ്ദേഹത്തെ കാണുകയാണ്. ഒന്ന് ബഹുജന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രക്ഷോഭണത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. പ്രാക്ടിക്കലായിട്ട് ഉമ്മൻചാണ്ടി മുമ്പിലാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രാക്ടിക്കബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും, അതിനു വേണ്ടിയുള്ള നടപടിയെടുക്കും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഉമ്മൻചാണ്ടിയാണ്. അതേസമയം പ്രക്ഷോഭണ രംഗത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ VS അദ്ദേഹത്തിൻ്റെതായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഈ മലബാർ മേഖലയിൽ 60 സീറ്റ് കിടപ്പുണ്ട്. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, ഈ 6 ജില്ലകളിൽ നിന്നായിട്ട് 60 സീറ്റാണ്. അവിടെ ആര് മെജോറിറ്റി നേടുന്നോ അവർക്കാണ് വിജയസാധ്യത കൂടുതൽ. അവിടെ ഇപ്പോൾ മെജോറിറ്റി എപ്പോഴും UDF തന്നെയാണ്. എന്നിരുന്നാൽ കൂടുതലും അവിടെ വലിയൊരു മെജോറിറ്റി ഉണ്ടാകുമെന്നാണ് പല കണക്കുകൾ. ഞാൻ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ട് എല്ലാവരും എന്നെ കളിയാക്കിയത്. ഞാൻ 230 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും അത് ഭയങ്കര രീതിയിൽ ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുള്ളതാണ്. അത് കറക്റ്റാകുകയും ചെയ്തു. കറക്റ്റായി. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്ത ആളാണ്. അതിനകത്തും നല്ല അപ്രീസിയേഷൻ കിട്ടുന്ന. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് എത്രയെന്നായി അനലൈസ് ചെയ്ത്? ഞാൻ കറക്റ്റ് നോക്കി ആഞ്ഞു കൂട്ടിയിട്ട് എനിക്ക് ഏറ്റവും കുറവ് നമ്മൾ 68, ഏറ്റവും കൂടിപ്പോയാൽ 89. ഇതാണ് എനിക്ക് കിട്ടിയ അസസ്മെൻറ്റ്. അതായത് ഏറ്റവും കൂടിപ്പോയാൽ, പിന്നെ വലിയൊരു അലയടിച്ചാൽ 95 എത്തിയാലും 100 എന്തായാലും കടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിൽ വരും, 89 അധികാരത്തിൽ വരുമെന്നറ 72 ക്രോസ് ചെയ്യുന്നുള്ളത് എന്ന് പറഞ്ഞാൽ 89-അടുത്ത് വേണമെങ്കിൽ 90-95 വരെ പോകാം. 45-നും. അപ്പം വേറെ കാര്യമുണ്ട്, CPM-ഉം ഏറ്റവും കുറച്ച് കൂട്ടുമ്പോൾ 45-ഉം ഏറ്റവും ആഞ്ഞു കൂട്ടിയാൽ 68 അവരും വരുന്നുണ്ടെന്നുള്ളതാണ്. BJPക്ക് 0 to 4. അത് ഞാൻ 0 to 4-ൽ ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നത് നിയമം മാത്രം കിട്ടും. പിന്നെ കഴക്കൂട്ടും അത്യാവശ്യം നല്ല മത്സരം നടക്കുന്നുണ്ട്. പാലക്കാടും മഞ്ചേശ്വരവും കിട്ടില്ല. ഇതാണ് നമ്മുടെ ഒരു അസസ്മെൻറ്റിൽ. അത്യാവശ്യം അവിടെ ഇവിടെ എല്ലാം വിളിച്ചും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന അസസ്മെൻ്റൊക്കെ അത്യാവശ്യം ശരിയാറുണ്ട്. അപ്പോൾ 68 to 89 ആണ്. അവർ 45 to 68 ഉണ്ട്. നെക്ക് ടു നെക്ക് വന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ നമ്മൾ അല്ല ഈ പറയുന്ന കണക്കനുസരിച്ച് നെറ്റ് എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ ഏറ്റവും ഇവർക്ക് മാക്സിമം 68 ഉള്ളൂ. അത്രല്ലോ CPM മാക്സിമം 68 ഉള്ളൂ. നമുക്ക് ഏറ്റവും കുറവാണ് 68. നമുക്ക് മാക്സിമം 89. അല്ല അവർക്ക് 68 ഒരിക്കലും നമുക്ക് 72 അതെ 72 ക്രോസ് 68 അവരുടെ വരുന്നത്. 72 തന്നെയാണ് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള മിനിമം ഇതാണ്. ഗവൺമെന്റ് അതിന് മേളിലോട്ട് 89 ആകാം, 95 വരെയും ആവാം. വലിയൊരു അലയടിച്ചാൽ 95 വരെ എത്താം. 45 സീറ്റിന്റെ താഴെ എന്തായാലും LDF പോകാൻ സാധ്യത ഞാൻ കാണുന്നില്ല. 45 സീറ്റ് അവർക്ക് ഷുവറാണ്. ആ 45-ൻ്റെ കൂടെ അവർക്ക് 20. പിന്നെ അതിൻ്റെ അകത്ത് പ്രശ്നം എന്താണ്, ഈ പിണറായി വിരുദ്ധത ഈ MLA-മാരുടെ എഫിഷ്യൻസിയിലൂടെ ഇവർക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ നെക്ക് ടു നെക്ക് നടക്കും. അതുകൊണ്ടാണ് വോട്ട് എണ്ണാതെ ഈ തവണത്തെ വിജയം പൂർണ്ണമായിട്ട് നമുക്ക്. അല്ല ആ MLA-മാർ മുഖ്യമന്ത്രിയാക്കാനാണെങ്കിൽ അത് നടപടി നടന്നുകൊണ്ടിരിക്കും. അതെ മുഖ്യമന്ത്രി ആർക്ക് വേണ്ടി പൂർണ്ണമായിട്ട് കാരണം മുഖം പിണറായിയുടേതാണ് എന്നുള്ളത് കൊണ്ട് കൈവെക്കാനാണെന്ന് ആ ഏതെങ്കിലും ഒരു MLA മുഖ്യമന്ത്രി ആക്കാനാണെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറത്തൊന്നും നടക്കുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന്റെ ഒരു ഇംപ്രഷൻ ഈ ഗവൺമെന്റിനെ കുറിച്ച് മടുത്തു തന്നെയാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഒരു 80+. ഞാൻ ഇവർ പറയുന്ന ഒരു 100+ഓ 90+ ഒന്നും പറയുന്നില്ല. 80+ എന്തായാലും ഷുവർ ആണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഈ നെക്ക് ടു നെക്ക് വന്നാലുള്ളതാണ്. ഓക്കെ 4-ാം തീയതി സമയമുണ്ടല്ലോ, ഇനിയിപ്പം 5 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. ഒരു നെക്ക് ടു നെക്കും ഇല്ല. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കും. ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും. വിക്ടറി തന്നെ ആയിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും. ഒരു സംശയം വേണ്ട. ഞാൻ ചോദിച്ച 2 കാര്യമേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായി ചോദിച്ചേ, ഞങ്ങൾക്കെതിരായിട്ടുള്ള എന്ത് ഫാക്ടറാ കേരള പൊളിറ്റിക്സ് ഇല്ല, നിലവിലില്ല. അതാണ് വിജയം. അതായത് ടീം UDF ആയിട്ട് നിന്നു എന്നുള്ള. പക്ഷെ അതിന് വിലങ്ങതടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും UDF-ന് അനുകൂലമായിട്ട് ഒരു 46-47% വരെ വരുന്നു കരുതുക. 47% എന്ന് പറഞ്ഞാൽ 2.5 കോടി ജനങ്ങളിൽ 1 കോടി ജനങ്ങൾ വോട്ട് ചെയ്തെന്നുള്ളതാണ് UDF-ന് അനുകൂലമായിട്ട്. നമ്മളൊന്ന് ചുരുക്കി 2 കോടി ജനങ്ങളിൽ 1 കോടി ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് കൂട്ടുക. ആ 1 കോടി ജനങ്ങൾക്ക് അത്രയും സന്തോഷത്തോടെ വോട്ട് ചെയ്ത ടീം UDF-ന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഒരു കല്ലുകടിയാകുന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ടോ സാറിന്? സ്വാഭാവികമായിട്ടും അത് പാർട്ടി ലീഡർഷിപ്പ് തന്നെ അതിനെക്കുറിച്ചൊരു പൊസിഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിന് വ്യത്യസ്തനായിട്ട് പറയുന്നത് ശരിയല്ല. ആ വ്യത്യാസമല്ല, ആ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ തീരുമാനം. അത്രേ ഉള്ളൂ. പക്ഷേ ഈ MLA-മാരുടെ പിന്തുണ അതിൻ്റെ ഒരു നിർണായക ഘടകം തന്നെയാണ് അല്ലേ? ആണ്. ഞാൻ ആ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അവസാനം 3-ാം ചോദ്യം എന്താണെന്ന് എനിക്ക് ഇല്ല, അത് ഞാൻ ചോദിക്കില്ല. ഉറപ്പായിട്ടും സാർ ഉദ്ദേശം 3 പേരിൽ ആരെയാണ് സാറിന് ഇഷ്ടം എന്നുള്ള ചോദ്യം മാത്രമല്ല. AICC ഒരു പൊസിഷനിലെത്താൻ ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മളത് 100% അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല ഞാൻ അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. ഞാനപ്പോൾ ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം മറ്റുള്ളവർക്ക് നിഷ്കർഷ കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിനകത്തൊക്കെ വളരെ നമ്മളുടെ ഡ്യൂട്ടി ബൗണ്ടായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അത്. നമ്മൾ ചോദിച്ച വഴി സാറ് വേറൊരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ കറങ്ങിപ്പോയി. അതായത് ഈ 60 സീറ്റ് മലബാർ മേഖലയിൽ ഈ തവണ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ കൃത്യമായിട്ട് UDF-ന് അനുകൂലമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നൊരു ട്രെൻഡാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തവണ UDF-നാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഈ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത് ഈ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിണറായി വിജയൻ്റെ ചില സമീപനങ്ങളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമാക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഒരു ജനങ്ങളുടെ കൺസോൾട്ടേഷൻ ഞങ്ങൾക്ക് അനുകൂലം. അതെ, അതാണ് കറക്റ്റ്. നമ്മൾ മതം പറയുന്ന കാര്യമില്ല, ജനങ്ങളുടെ കൺസോൾട്ടേഷൻ. അതിനകത്ത് മുസ്ലിം ജനവിഭാഗമുണ്ട്, ക്രിസ്ത്യൻ ജനവിഭാഗമുണ്ട്, ഹിന്ദു ജനവിഭാഗമുണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടി സഹായിച്ചാണ് നമ്മളിത് അധികാരത്തിലോട്ട് വരാൻ പോകുന്നത്. അതേസമയം ഒരു മാർക്സിസ്റ്റ് പാർട്ടി ചില സമുദായങ്ങളെ കബളിപ്പിച്ചു എന്നൊരു ഫീലിംഗ് അവർക്കും ഉണ്ട്. ഞാനതൊന്നും നമ്മുടെ ഈ ചർച്ച വർഗീയതയിലേക്കോ ജാതിതര രൂപത്തിലേക്കോ പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പക്ഷെ ജനങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. ജനങ്ങൾ അസംഘടിതരാണ്, പാവങ്ങളാണ്. അവരുടെ കൺസോൾട്ടേഷൻ പക്ഷേ വളരെ വലുതാണ്. അത് തീരുമാനിക്കും ആര് ഉന്നത ശ്രേണിയിൽ എത്തണം, ആരെ താഴെ ഇറക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും. അതാണ് ജനാധിപത്യം. അപ്പം സാറ് അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മധ്യമേഖല. നമ്മുടെ ഈ പ്രദേശം ഇവിടെ വലിയ രീതിയിൽ BJP ക്രിസ്ത്യൻ വോട്ടുകൾ
BJP എത്തിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പൂഞ്ഞാറാണെങ്കിലും ശരി, പാലായിലാണെങ്കിലും ശരി, ഇപ്പം എന്താ പറയുക, തിരുവല്ലയിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആറന്മുളയിൽ സ്ഥാനാർത്ഥി, അങ്ങനെ തൃശ്ശൂർ ജില്ല എന്ന് വേണ്ട എല്ലായിടത്തും, എറണാകുളം എല്ലായിടത്തും നമ്മുടെ എന്താ പറയുക സാബുവും ജേക്കബിനെ കൂടെ കൂട്ടി അങ്ങനെ എല്ലായിടത്തും അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കുമോ സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊരു പോളറൈസേഷൻ അല്ല കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ അതെ അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയുടെ ഒരു പോളറൈസേഷൻ. അതെ അതെ അതെ, വർഗീയതയുടെ പോളറൈസേഷൻ അല്ല. അതിനകത്ത് നന്മയുടെ ഒരു വശത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക ചെയ്യുക. ഇപ്പം അതല്ലാതെ ഇങ്ങനെ ജാതി തിരിച്ച ആളുകൾ ഡിവൈഡ് ചെയ്യുന്ന ആരാ? താല്പര്യങ്ങളുള്ള ആളുകൾ. അതെ അതെ അതെ, ഒരു ഗവൺമെൻറ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതല്ലോ. അതെ, ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ജനങ്ങൾക്ക് വേണ്ടി, പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ, അതല്ലേ ജനാധിപത്യം. അതിന് പകരം ഇത് ഫോർ ദ കമ്മ്യൂണിറ്റി ബൈ ദ പാർട്ടി എന്നുള്ള നിലയിൽ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ പോളറൈസേഷനില്ല, ജനങ്ങളുടെ ഒരു ചിന്ത നമുക്ക് വളരെ അനുകൂലമാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെല്ലാവരും ഈ ഗവൺമെൻറ് മാറണം എന്നുള്ള അഭിപ്രായക്കാരാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചിന്തയാണ്. BJP അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? എനിക്ക് തോന്നുന്നില്ല തന്നെ. നിയമം സാധ്യതയുണ്ടോ? എനിക്കറിയില്ല. അവിടെ ശബരി പിടിക്കുന്ന വോട്ടുകളാണ് നിർണായകം എന്നാണ് കേൾക്കുന്നത്. ആ ചോദ്യത്തിന് മറുവശമുണ്ട്. അവിടെ BJP ജയിക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോക്കുമെന്നായി ചോദിക്കുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അതെ അതെ അതെ, പക്ഷെ അവിടെ നമ്മൾ രാഷ്ട്രീയം അങ്ങനെയാണെങ്കിൽ പോലും അവിടെ 3ാം സ്ഥാനത്തായിരിക്കുമല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട പറയാൻ പറ്റിയ മത്സരം. അവിടെ നോക്കാം അല്ലേ, റിസൾട്ട് വരുമ്പോൾ ഇനി ശബരി വല്ല അത്ഭുതവും അല്ലെ, അത്ഭുതം സംഭവിക്കാൻ പറ്റും. വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. അതെ 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 അതെ, തീർച്ചയായിട്ടും. പാലക്കാട് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? പാലക്കാട് ഇതുവരെയുള്ള റിപ്പോർട്ട്സ് അനുസരിച്ച് നമുക്ക് അനുകൂലമല്ലേ. ഒരു 5-10 ജയിക്കുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലേ? ഞാനും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അവസാന സമയത്തെ അതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ, ഈ പണം തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണമുള്ളവൻ ജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സാഹചര്യം നമ്മൾ പലയിടത്തും കണ്ടു. വോട്ടർമാർക്ക് കൊണ്ട് പണം കൊടുക്കുന്നതും അവരത് മേടിക്കുന്നതും എല്ലാം നമ്മൾ പലയിടത്തും കണ്ടു. താരതമ്യേന കേരള രാഷ്ട്രീയത്തിൽ അത് കുറവായിരുന്നു. ഇപ്പം അത് വളരെ കൂടി വരികയാണ്. അത് BJPയുടെ കയ്യിൽ ഒരുപാട് പണം ഉള്ളത് കൊണ്ടാണോ? അത് അപകടകരമായ ട്രെൻഡാണ്. ആ ട്രെൻഡ് കേരള പൊളിറ്റിക്സിനും ഗുണമല്ല. അതുപോലെ ഈ പണമുള്ളവനെ നോക്കി തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ട്രെൻഡും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് എല്ലായിടത്തും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആണെങ്കിൽ അയാൾക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു ട്രെൻഡ് BJP കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ട്രെൻഡുകൾ കാണുന്നുണ്ട്. കോൺഗ്രസിൽ എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട് ഈ പണമുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ സാറേ? ഇല്ല. ഈ പറഞ്ഞ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള സീറ്റിൽ ഏതാ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുമെന്ന് പറയാൻ ഒരു സീറ്റും ഇല്ലല്ലോ. എല്ലാം പഴയ പാർട്ടി പ്രവർത്തകർ, കഷ്ടപ്പെട്ട് ഈ പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള ആളുകൾ, അവർക്ക് സീറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാതെ പണം നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഓഫീസറുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് മേടിക്കുന്ന നിലയിലോട്ട് നമ്മൾ പോകാൻ പറ്റുകയില്ല. ഇല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ മുഖ്യമന്ത്രി, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി വളരെ വിനയകുലീനനായും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരുടെ സ്നേഹവും കരുണയും അനുകമ്പയൊക്കെ കാണിക്കുന്നതായിട്ട് നിൽക്കേണ്ട ആളാണ്. പക്ഷേ ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി തന്നെ ധാർഷ്ട്യം കാണിക്കുന്നത് ഉചിതമാണോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓരോരുത്തരും ശീലിച്ചു വരുന്ന അനുസരിച്ചാണ്. ബഹുജനം പലവിധം. ഓരോരുത്തർ ശീലിച്ചു വരുന്ന അനുസരിച്ചാണ്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. വിനയാണ് ഏത് മനുഷ്യനും അവന് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ വിനയത്തോടു കൂടി പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒബ്സർവേഷൻ. അതുകൊണ്ട് എല്ലാ ആളുകളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. എല്ലാവരെയും അങ്ങനെ ആണെന്ന് സാറ് പറയുന്നില്ല. സാർ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഒരു 4 മിനിറ്റ് മുമ്പ് മാതൃഭൂമിയിൽ വന്നതാണ്. 4 മിനിറ്റ് മുമ്പ് സാറ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുഖ്യമന്ത്രി കസേര MLA ആകാൻ സാധ്യതയുള്ളവരെ നേരിട്ട് സമീപിച്ച നേതാക്കളുടെ ക്യാമ്പുകൾ. അതൊക്കെ ഫേക്കാണ് അല്ല, അത് സാർ തന്നെ തുറന്നടിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസുകൾ അത് സാറിന് തോന്നിയിട്ടുണ്ടോ സാർ? ഈ മാധ്യമങ്ങൾ UDF എന്തെങ്കിലും ചെറുതുണ്ടാവാൻ കാത്തിരിക്കുകയാണ്, വലിയ പൊട്ടിത്തെറിയായിട്ട് ഇങ്ങനെ സംപ്രേക്ഷണം ചെയ്ത് ബ്രേക്കിംഗ് ന്യൂസ് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു എന്നുള്ള അത് തോന്നുന്നുണ്ടോ സാറിന്? ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. കാരണം പാർട്ടിയുടെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് ഞാൻ പറയില്ല. അതേ ഉള്ളൂ. അതല്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സാറ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ വളരെ ഈസിയായി ക്രൂശിക്കാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് വളരെ സിമ്പിളാണ് എന്നുള്ളൊരു
ഇത് കാണുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ സോളാർ കേസ്. നമുക്കറിയാം, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വയോവൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തൊക്കെ രീതിയിലാണ് അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുള്ളത്. ആ ഒരു നാൾ വഴി സാർ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? വളരെ മോശമല്ലേ? കോടതി മുഴുവൻ കയറി ഇറങ്ങിയല്ലോ, എല്ലാം തള്ളിക്കളഞ്ഞല്ലോ. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചല്ലോ, ആ കമ്മീഷന്റെ റിപ്പോർട്ട് കൊണ്ട് സർക്കാരിന്റെ കയ്യിൽ കൊടുത്തല്ലോ. എന്നിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റിയില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ എന്താ, വെറും വട്ടപൂജയാണ് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. വെറുതെ. പക്ഷേ ഉമ്മൻചാണ്ടിയെ എത്ര വേദനിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞാൽ ആരോഗ്യം ക്ഷയിക്കാൻ വരെ ആ ഒരു കേസും അദ്ദേഹത്തിനുണ്ടായ ആ ഒരു സംഘർഷങ്ങളൊക്കെ കാരണമായിട്ടൊന്നും സാറിന് തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുൻ മുഖ്യമന്ത്രിയെ അങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. അതേ ഉള്ളൂ. അതുപോലെ തന്നെ സാർ അതുപോലെ തന്നെ കൂട്ടുവായിക്കാൻ പറ്റുന്നില്ല ഈ ISRO ചാരക്കേസും കെ കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട് ISRO ചാരക്കേസ്. അത് പിന്നീട് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണല്ലോ തെളിവുകൾ സഹിതം പുറത്തു വന്നത്. അതും അങ്ങനെ തന്നെ കൂട്ടി വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അതൊക്കെ എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് ഓർമ്മയില്ല നിൽക്കുന്നത്. ഇനി അടുത്തത് VS അച്യുതാനന്ദൻ. അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. ഈ രണ്ട് സമയത്തും സാറ് MLA ആയി, എന്താ പറയുക, പ്രതിയോഗിയായിട്ട് നിന്നിട്ടുണ്ട്, വളരെ ഇഷ്ടത്തോടെ നിന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുല്ലപ്പെരിയാർ ഇഷ്യൂ വന്ന സമയത്ത് VS പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ ഭരണകക്ഷിയാണ്. ഞാൻ വാട്ടർ റിസോഴ്സസിൻ്റെ ചാർജ് കൂടിയുള്ള. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ചില നടപടികൾ ശരിയല്ല, നമ്മൾ ചെയ്തിട്ടുള്ളത് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്റ്റാൻഡ് തിരിച്ചാണ്. ഞങ്ങൾ അവിടെ എല്ലാം ചെയ്യാവുന്നതെല്ലാം ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തെ അതെല്ലാം വിശദീകരിച്ച് നിയമസഭയിൽ വെച്ച് വിശദീകരിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം അത് സമ്മതിക്കുന്ന മട്ടു വന്നില്ല. ഞാൻ പറഞ്ഞ അങ്ങും കൂടെ വന്നാൽ മതി, അങ്ങയുടെ സമയം തീരുമാനിച്ചോ, ഞാൻ കൂടി എത്താം, നമുക്ക് ആ സ്ഥലത്ത് ഓൺ ദ സ്പോട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് നാളെ എന്ന് അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ഷൻ നിയമസഭയിലാണ്. ഞാൻ പറഞ്ഞു നാളെ, എങ്കിൽ നാളെ. ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹവും രാത്രി മുഴുവൻ യാത്ര ചെയ്തു, ഞങ്ങളും യാത്ര ചെയ്തു. രാവിലെ ഞങ്ങൾ മുല്ലപ്പെരിയാറിലെത്തി ബേബി ഡാമിനെ സംബന്ധിച്ച ഒരു തർക്കമാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ആ ബേബി ഡാം മുഴുവൻ കാണിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും കറക്റ്റായിട്ട് അതെല്ലാം ബോധ്യപ്പെടുത്തി മടങ്ങി വന്ന് ഞങ്ങൾ കുമളിയിൽ ഗസ്റ്റ് ഹൗസിലെത്തി. പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി എന്ത് പറയാനുള്ള? ആ പകയനെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നാ പറയാനാണെന്ന് ചോദിച്ചു. മനസ്സിലായി? അപ്പോൾ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് ഒരു കാര്യം പറഞ്ഞാലും ശരി, സത്യം ബോധ്യപ്പെട്ടാൽ ആ സത്യത്തോടൊപ്പം അദ്ദേഹം നിൽക്കും. അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ, ക്വാളിറ്റി അല്ലേ. ഞാൻ ആ ക്വാളിറ്റി അദ്ദേഹത്തെ കാണുകയാണ്. എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ്. അദ്ദേഹം നിയമസഭയിൽ ഒരു വെല്ലുവിളിച്ച് സംസാരിച്ചു, സത്യമാണെന്ന് തെളിഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു, അങ്ങയുടെ സമയം, അങ്ങ് ടൈം തീരുമാനിച്ചോ, അങ്ങ് ഡേറ്റ് തീരുമാനിച്ചോ, പോയി കാണാം, ഞാനും കൂടെ വരാമെന്ന് വന്ന് അവസാനം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബേബി ഡാമിൻ്റെ മേളിൽ ചെന്നപ്പോൾ മഴയായി. ഒരു കുടയേ ഉള്ളൂ. എൻ്റെ കുട അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഞാനും അതിൻ്റെ സൈഡിൽ ഓരോ ചേർത്ത് ഒരേ കുടക്കീഴിലാണ് ഞങ്ങൾ അവിടെ മുഴുവൻ പോയി കണ്ടിട്ട് മടങ്ങി. കുടക്കീഴിലാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സൗഹൃദപരമായിട്ട് ഒരേ കുടക്കീഴ് ഒരേ കുടക്കീഴിൽ പോയി ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തെ പത്രക്കാർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്. അതാണ് സത്യം ബോധ്യപ്പെടും അദ്ദേഹത്തിന്. യാഥാർത്ഥ്യം ഇതാണെന്ന് മനസ്സിലായാൽ പിന്നീട് അദ്ദേഹം അതിനെ പിടിച്ചു നിൽക്കുകയാണ്. VS ഓർ ഉമ്മൻചാണ്ടി എന്നൊരു ചോദ്യം ചോദിച്ചാൽ സാർ ഏത് തിരഞ്ഞെടുക്കും? ഏതാ? VS ഓർ ഉമ്മൻചാണ്ടി, OC ഓർ VS എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് രണ്ടാങ്കിളാ. ഒന്ന് ബഹുജന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പ്രക്ഷോഭണത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ്. പ്രാക്ടിക്കലായിട്ട് ഉമ്മൻചാണ്ടി മുമ്പിലാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രാക്ടിക്കബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കും, അതിനു വേണ്ടിയുള്ള നടപടിയെടുക്കും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഉമ്മൻചാണ്ടിയാണ്. അതേസമയം പ്രക്ഷോഭണ രംഗത്ത് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ VS അദ്ദേഹത്തിൻ്റെതായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അതുപോലെ തന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് കെ കരുണാകരൻ, ലീഡർ. എന്താണ് സാറിൻ്റെ ഓർമ്മകൾ അല്ല അനുഭവങ്ങൾ?
അദ്ദേഹം സത്യം പറഞ്ഞാല് നിങ്ങൾ രണ്ട് ധ്രുവത്തിലായിരുന്നു അതല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇന്നും ഇന്നലെ ആയിട്ടുണ്ടായത്. ഞാൻ KSU പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം ഹോം മിനിസ്റ്ററും ആയിരുന്നു. സ്വാഭാവികമായിട്ടും അപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടിനകത്ത് വ്യത്യാസം ഉണ്ടാവും. ഒരു ഹോം മിനിസ്റ്റർ അഡ്മിനിസ്ട്രേഷന്റെ തലപ്പത്തിരിക്കുന്ന ഹോം മിനിസ്റ്ററും സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവും പിന്നെ എങ്ങനെ 2 ആംഗിളിലല്ലേ നിൽക്കൂ? ആ ആംഗിളേ ഉള്ളൂ. അത് പാർട്ടി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ നിലപാട്, KSU പ്രസിഡന്റ് ഞങ്ങളുടെ നിലപാട്, അത്രേ ഉള്ളൂ. സ്വതന്ത്ര പ്രസ്ഥാനം പോലെ പ്രവർത്തിക്കാം KSUവിന്. അതെ. അപ്പം അല്ല, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്? സാറിന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, സർക്കാരിനെതിരെ സമരം ഉണ്ടായാലും അതിനെതിരായിട്ടുള്ള വലിയ തീവ്രമായ സമരം ഉണ്ടാകുമ്പോഴും ഞങ്ങളെ നേരിട്ട് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. ഒരു ഇരുത്തി കാപ്പി തന്ന് വിടുന്ന അങ്ങനത്തെ ഒരു ഹൃദയവിശാലത കാണിക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ നിലയിൽ നേരെ അങ്ങോട്ട് ചെന്നാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ധരിക്കും. ഒന്നും ഉണ്ടാവില്ല. നല്ല സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നല്ലൊരു ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതിപ്പോൾ നിയമസഭാ കാലഘട്ടത്തിലാണെങ്കിലും സാർ 91 തൊട്ട് ആണ്, ആ സമയത്ത് മുഖ്യമന്ത്രിയാണ്. അതെ, 91 മുഖ്യമന്ത്രിയാണ്. ആ സമയത്തൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളല്ല, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട എത്രയോ വലിയ കാര്യങ്ങൾ. എങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂട്ടി വായിക്കാം സാർ. നമുക്ക് ഈ സത്യം പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും എന്താ പറയുക പ്രൈം കാലഘട്ടം എന്ന് പറയുന്നത് ഈ 90 to 2010 2005 ആ 2006 കാലഘട്ടമായിരുന്നു പ്രൈം കാലഘട്ടം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ AI ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ രീതിയിൽ, അതിനു മുമ്പ് ഉണ്ട് എങ്കിൽ പോലും വളരെ വലിയ രീതിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് അധിഷ്ഠിതമായ രാഷ്ട്രീയം നിലവിൽ കുറവാണോ, അതോ ഇപ്പോൾ വ്യക്തി അധിഷ്ഠിതമായി വ്യക്തികൾ ഗ്രൂപ്പുകളായി മാറുകയാണോ? എന്താണ് കോൺഗ്രസ് നടക്കുന്നത്? ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പിന്റെ ബേസ് എന്താ? ഒരേ ചിന്താഗതിയുള്ള ആളുകൾ, സമാന ചിന്താഗതിക്കാർ ഒരുമിച്ച് അവർ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നീങ്ങുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരേ പാർട്ടി, ഒരേ മെമ്പർഷിപ്പ്, ഒരേ ആദർശം, വ്യത്യസ്തമായ സാഹചര്യങ്ങളില്ല. പക്ഷേ പ്രായോഗികതയ്ക്കകത്ത് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ സമാന ചിന്താഗതിയുള്ള ആളുകൾ ഒരുമിച്ച് അവരുടേതായ രൂപത്തിൽ നിൽക്കും. അവരാ പാർട്ടി വിടുന്നില്ല, ആ പാർട്ടിക്കകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളില്ല. അതാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പം ഗ്രൂപ്പിനുകൾക്ക് വലിയ പ്രസക്തിയും ഇല്ലാത്ത കാലമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ട ശേഷം ഗ്രൂപ്പ് ശിഥിലമായോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സാറിനാണ് അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നത്. ഇല്ല, ഞാൻ അതുപോലുള്ള കാര്യത്തിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഐ ഗ്രൂപ്പ് ഇന്നും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അത്യാവശ്യം റണ്ണാവുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിൻ്റെ ഒരു നേതാവ് കുറവ് സാറ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു നേതാവിൻ്റെ, സാർ സത്യം പറഞ്ഞാൽ ആ നേതൃസ്ഥാനത്തേക്ക് വരേണ്ട ആളായിരുന്നു. സാർ എന്തുകൊണ്ട് അത് വരുന്നില്ല എന്ന് എനിക്ക് പലതവണ തോന്നി. ഇല്ല, വരട്ടെ, അതൊക്കെ വിട്ടുകളാം. നമുക്ക് 2ാം അധ്യായത്തിൽ വിടാം. ടീം UDF ആണ് നമുക്ക്, അല്ലെ? നമുക്കിനി AY ഒന്നും ഇല്ല. പക്ഷെ വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ ഇല്ല എന്ന് പറയുന്നതിൽ കാര്യം. അത് ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? ശരിയാണ്, ഏത് പാർട്ടിയിലാണ് ഇല്ലാത്തത്? ഏറ്റവും വലിയ കേഡർ പാർട്ടിക്കകത്ത് പോലും പിന്നെ ഏകാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിനകത്ത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇനി അതിലേക്ക് നമ്മൾ ഒത്തിരി ഊറിയിട്ട് കിടക്കുന്ന സാറിന് താല്പര്യം കാണില്ല എന്ന് പറയുന്നതുകൊണ്ട് അത് നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് വിടുന്നു. അടുത്തത് നായനാർ, EK നായനാർ എങ്ങനെയാണ് സാറിന്? 96-ലും സാറ് എനിക്ക് തോന്നുന്നു, അല്ല അതിന് മുമ്പ് കൂട്ടിച്ചേർക്കേണ്ട ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സാർ. 77-ലാണോ 80-ലാണോ എന്താ സംഘടിത കോൺഗ്രസും എന്നുള്ള രീതിയിൽ AK ആന്റണിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി 78-ലാണ് അല്ലേ? 78-ലാണ്. ആ സമയത്ത് 78-ൽ 2ആയി പിളർന്നു. 80-ല് CPM-നോടൊപ്പം ചേർന്നു 2 വർഷം അവിടെ നിന്നു. ആ സമയത്ത് സാറ് അവരുടെ ഒപ്പമല്ലായിരുന്നോ AK ആന്റണി? ഞാൻ എല്ലാ കാലത്തും AK ആന്റണി ഉമ്മൻചാണ്ടി ആ ഒരു പക്ഷത്തോടൊപ്പം തന്നെയായിരുന്നു. സോ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. നായനാർ, AK നായനാറിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ? എനിക്ക് അദ്ദേഹം നല്ല കുടുംബക്കാരനവരാണ്. അദ്ദേഹത്തിന് പാർട്ടിയേക്കാൾ കൂടുതൽ വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് എന്താണോ തനിക്ക് എന്താ സുഖമൊക്കെ അല്ലേ, സാമ്രാട്ടായിരുന്നില്ല ആള് ഭയങ്കര ആ അപ്രോച്ച് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ആർക്കും ഇല്ല ഇപ്പം അല്ലേ? അത്രയും കോമഡി വൽക്കരിച്ച് ജനങ്ങളുമായിട്ട് സഹവസിക്കുന്ന ഒരാളില്ല. വളരെ ഹൃദ്യമാണ്. ഒരു സദസ്സിൽ ചെന്നെത്തിയാൽ അദ്ദേഹം ആ സദസ്സിന്റെ ഒരാളാവും. ഒരു വീട്ടിൽ ചെന്നെത്തിയാൽ
അദ്ദേഹം ആ കുടുംബക്കാരനവരായിട്ട് മാറും. അദ്ദേഹത്തെ പാർട്ടി ബന്ധങ്ങളില്ല, അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമുണ്ട്. തീർച്ചയായിട്ടും ആ വീക്ഷണത്തിൻ്റെ തീർച്ചയായിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് AK ആൻ്റണി. ഞാൻ ആകെ മുഖ്യമന്ത്രിമാരുടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു 10 എന്താ പറയുക, ഒരു 45 വർഷമായിട്ട് നമ്മൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നവരുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. AK ആൻ്റണി എങ്ങനെയാണ്? ആദർശശുദ്ധിയുടെ ഏറ്റവും ഇന്ന് വരെ ഒരു അഴിമതി കേസിൽ ഒരു അഴിമതി കേസുമില്ല. അത് എത്താത്ത സ്ഥലം വളരെ എല്ലാ സ്ഥലത്തും എത്തി. അദ്ദേഹത്തെക്കുറിച്ച് ഒരു എന്താ ഏതെങ്കിലും ഒരു കേസിൽ മോശമായ ഒരു അഭിപ്രായം വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ആദർശശുദ്ധിയുടെ അങ്ങേയറ്റല്ല അദ്ദേഹം. തീർച്ചയായിട്ടും നിസ്വാർത്ഥൻ്റെ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ല. എന്തെങ്കിലും സ്വന്തമായി സമ്പാദിച്ചേ മതിയാകൂ എന്ന് ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹം എടുത്തിട്ടില്ല. ഇല്ല. വളരെ നിസ്വാർത്ഥനല്ലേ. ഇതുപോലെ സത്യം പറഞ്ഞാൽ ഒരു മുനിതുല്യനായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ളത്. എന്തെങ്കിലും ഓർമ്മകൾ ഒരുപാട് കാണുമല്ലോ, ഓർമ്മകൾ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന, ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഇപ്പോഴും നമുക്ക് ചില ഓർമ്മകൾ നമുക്ക് മറക്കാൻ കഴിയില്ല, അങ്ങനെ ഓർമ്മയൊക്കെ ആൻ്റണി സാറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാനതെല്ലാം ഒരെണ്ണം പറഞ്ഞാൽ മറ്റേ പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോ. അതുകൊണ്ട് ഒത്തിരി ഓർമ്മ ഒന്നും പറയുന്നില്ല. ഒത്തിരി ഓർമ്മ. അടുത്തത് രമേശ് ചെന്നിത്തല. എനിക്ക് നല്ല അഭിപ്രായം അദ്ദേഹത്തെ. നല്ല അഭിപ്രായമാണ്. ഇല്ല, മുഖ്യമന്ത്രി ചോദിക്കത്തില്ല, ഞാനത് സാറിന് പറയാൻ പറ്റില്ലെന്ന്. വ്യക്തിപരമായി നല്ല അഭിപ്രായം. നിങ്ങൾ 2 ചേരിയിലായിരുന്നെങ്കിലും അതല്ല, ചേരിയൊന്നും ഇതിനകത്ത് ഹൃദയത്തിനകത്ത് ചേരി. ഹൃദയത്തിൽ സൗഹൃദം തന്നെയാണ്, നാക്കിലല്ലേ ചേരി. അതേ ഉള്ളൂ. രാഷ്ട്രീയത്തിന് അതീതമാകണം സൗഹൃദങ്ങൾ, അല്ലേ? അതാണ് സംഭവം. വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ VD സതീശൻ എങ്ങനെ കാണും? എത്ര മാർക്ക് കൊടുക്കും? എങ്കിൽ പോലും തലമുതിർന്ന നേതാവ് ഇന്ന് വേറെ ഒരാളും ഇല്ല. സാറിനേക്കാൾ തലമുതിർന്ന നേതാവ് ഇന്ന് MLA ആയിട്ട് വരുന്ന വേറെ ഒരു വ്യക്തിയില്ല. സാർ എത്ര കൊടുക്കും മാർക്ക്? എനിക്ക് ഇവരെ കുറിച്ചെല്ലാം തുല്യം നല്ല ഓരോ രംഗത്ത് അവർ മിടുക്കന്മാരാണ്, ആദ്യസമർത്ഥന്മാരാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം വളരെ മുമ്പോട്ട് പോയിട്ടുള്ള ആളുകളുമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് ഒരു മാർക്കിടാനായിട്ട് ഞാനൊരു ഹെഡ് മാസ്റ്റർ ഒന്നുമല്ലല്ലോ. എനിക്ക് അവരുടെ അല്ലെങ്കിൽ പോലും പ്രവർത്തനത്തെ എങ്ങനെ നോക്കി കാണുന്നു? നല്ല പ്രവർത്തനം ആയിരുന്നു. അതായത് ചിഹ്ന ഭിന്നമായിരുന്ന ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ KPCC പ്രസിഡന്റ് അല്ല എങ്കിൽ പോലും കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അവരെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഒരു എൻവയറമെൻ്റ് അല്ലേ പാർട്ടിക്ക് വേണ്ടത്. ആ എൻവയറമെൻറ്റിൽ കൂടിയാണ് അത് KC വേണുഗോപാലുണ്ട്, ഇവിടെ VD സതീശനുണ്ട്, ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്, ഒട്ടനവധിയാണ്, ഞാൻ പേര് പറയാത്ത ആളുകളുമുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. അതൊരു എല്ലാം കൂടെ ഒരുമിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ എന്താ കേരളത്തിൽ? അതാ ഞാൻ പറഞ്ഞത്, ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് സാർ. ഇത് എന്തിനാണ് ഈ ചേരി തിരിയുന്നതെന്നുള്ളതാണ് എനിക്ക് ഒരു കോൺഗ്രസ് അനുഭാവി എന്നല്ല എനിക്കൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം ജനങ്ങൾ ചർച്ച ചെയ്യാം, നമ്മളോട് തന്നെ ചോദിക്കുക പലരും, എന്തിനാണ് ഈ തമ്മിലടി? ഒരാളായാൽ പോരെ, ആ സമയത്ത് തീരുമാനിച്ചാൽ പോരെ, അധികാരമല്ലല്ലോ വലുത്. ഇതിനകത്ത് ചർച്ചയില്ല. അപ്പം അവസാനമായിട്ട് ഒരൊറ്റൊരാളുടെ പേര് കൂടി, KC വേണുഗോപാൽ. നല്ല അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. എന്തുകൊണ്ട് KPCCയുടെ പ്രസിഡന്റായിട്ട് സാറിനെ കാണാൻ സാധിച്ചില്ല? അതൊന്നും സാരമില്ല, എല്ലാവർക്കും എല്ലാം ആകാൻ പറ്റുമോ? അല്ല എങ്കിലും ഞാനിതായല്ലോ. എനിക്ക് ആഗ്രഹമുണ്ട്. സാർ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ എല്ലാവരും ഇവിടെ വന്നിട്ടില്ലല്ലോ, KPCC പ്രസിഡന്റുമാരായിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, കിട്ടിയ കാര്യം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു 100%. അതിനകത്ത് ഞാൻ നല്ല സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്കൊക്കെ ആഗ്രഹമുണ്ട് സാർ ഒരു KPCC പ്രസിഡന്റായിട്ട് കാണണമെന്ന് തീർച്ചയായിട്ടും ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കോട്ടയംകാരൻ പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാധ്യമത്തിലൂടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി, 4 അവസാനം ലാസ്റ്റാ. ഇനി ഒരു മിനിറ്റ് പോലും സാറിന് എടുത്തല്ലേ, ഇത് അവസാനമായിട്ട് ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, അത് സാറിനോട് ചോദിക്കാൻ പോരുന്നുള്ളതുകൊണ്ട് ആഗ്രഹിച്ച ഉത്തരം എന്നിൽ നിന്ന് കിട്ടിയില്ലെന്നുള്ള ഈ അവസാനം നീണ്ടു പോകും. അല്ല. അതായത് നമ്മുടെ CR മഹേഷ്, അതുപോലെ ഇന്നലെ ഹരിഗോവിന്ദനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് പോയിട്ട് കണ്ട് വിത്ത് രാഹുലിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത സാർ കാണുന്നുണ്ടോ? ഞാൻ ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ഒരു കാര്യത്തിലും അഭിപ്രായമില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. അല്ല എങ്കിൽ പോലും വരട്ടെ, അതൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ. ഇപ്പം നമുക്കൊരു എന്താ
ഈ സന്ദർഭത്തിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ, വരട്ടെ, എൻ്റെ സന്ദർഭം ഉണ്ടല്ലോ. വെയിറ്റ് ആൻഡ് സീ ആണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും സാർ സാറിൻ്റെ ഇല്ലാത്ത സമയം ഞങ്ങൾക്ക് തന്നു എന്ന് ഞങ്ങൾക്കറിയാം. സാർ അത്രയും തിരക്കിലും അത്രയും ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ്. സാറ് പോകാത്ത സ്ഥലങ്ങളില്ല. സാർ എല്ലാ വിവാഹങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ആകണ്ടേ സാർ ജനപ്രതിനിധി? അല്ല, ചിലർ കളിയാക്കുന്നുണ്ട് അങ്ങനെ പോകുന്നതൊക്കെ. സി ആർ മഹേഷിനെ തന്നെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ കുറെ പോസ്റ്റുകൾ ഞാൻ പോകും. ജനപ്രതിനിധി അവരുടെ എന്നെക്കുറിച്ച് ഒരു കുടുംബമോ ഒരു വ്യക്തിയോ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അവരുടെ ഒരു പ്രതീക്ഷ തീർച്ചയായും നിറവേറ്റാൻ എനിക്ക് പറ്റില്ലെങ്കിൽ എന്ത് ജനപ്രതിനിധിയാണ്? അത്രേ ഉള്ളൂ. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ചാൽ നടക്കാണോ? ജനപ്രതിനിധി എന്ന് പറയുന്നത് ആളുകൾക്കെല്ലാം അതീതനാണ് എന്നല്ലോ. നമ്മൾ വണ്ണമംഗം, അതെ, അവരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവർക്കൊപ്പം നിൽക്കുക. അതിന്റെ അർത്ഥം ഒരു വിനയത്തിന്റെ അംശം കുറവുണ്ടെന്നാണ്. അതുണ്ടായാൽ നല്ല ജനപ്രതിനിധിയാവും. അത്രയോ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. തീർച്ചയായിട്ടും. ചോദ്യത്തിന്റെ എല്ലാ ഉദ്ദേശം എനിക്ക് നന്നായി മനസ്സിലായി. നല്ല മിടുക്കനാണെന്നുള്ള എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് അങ്ങോട്ട് താങ്ക് യു. അപ്പം സാറിൻ്റെ ഇല്ലാത്ത സമയം ഞങ്ങൾക്ക് തന്ന് ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം മാറ്റിവെച്ച സാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. സാറിനെ അടുത്ത ഒരു മികച്ച വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ശോഭിക്കുന്ന രീതിയിൽ കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.